ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സാറ്റർഡേ വ്ളോഗാണ്. അതായത് ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് 6 വയസ്സായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് നമ്മളൊന്ന് ഒരു ചിക്കൻ വാങ്ങി ഒന്ന് സ്പെഷ്യലായിട്ട് ചോറ് കറി അത്രയൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയത് നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടൊന്ന് ഇഞ്ചിയും പൂട് പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കറി വയ്ക്കുകയാണ് ചെയ്യണത്. പൊരിക്കാൻ വേണ്ടിയുള്ള ചിക്കനൊക്കെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയം മോള് അതിലെ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ എണീച്ച് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അതിലെ കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുത്തപ്പോൾ അവളുടെ മുടി ശരിയായില്ല. അതുകൊണ്ട് ശരിക്കും ഞാൻ മുടി കെട്ടി വെക്കട്ടെ വെച്ചിട്ട് കെട്ടി വെച്ചിട്ടാണ് പിന്നെ വന്നത്. പിന്നെ മോരുകറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചിക്കൻ ഒരു പെരട്ട് പോലെ വെച്ച് മോരുകറിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തൈര് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈര് കുറച്ചവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അടുപ്പിൽ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റടുത്ത് മോര് കറിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് തീ ഒന്ന് ചൂടാക്കിയിട്ട് ആ സ്റ്റൗ ഒന്ന് ഓഫാക്കി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് മോര് അതിലൊഴിച്ച് കറിയാക്കിയാണ് ചെയ്തത്. ഞാൻ സ്റ്റൗ ഒക്കെ ഓഫാക്കിയിട്ടാണ് ഒഴിക്കാറുള്ളത്. കാരണം ഇത് തേങ്ങ നരയ്ക്കാത്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ചൂട് കൂടുതലാണെങ്കിലും മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഓഫാക്കിയിട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് മോര് കറി റെഡി ആയപ്പോഴത്തേക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് പൊരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് എണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കറി വെക്കാനായിട്ട്, അതായത് ഗ്രേവി രൂപത്തിൽ വെക്കാനായിട്ട് ഈ ഒരു ചട്ടി ഒന്ന് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയല്ല ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, അതൊഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളിയും തക്കാളിയും ഇട്ട് വഴറ്റി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഒരു പവിഴം റൈസിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചിക്കൻ മസാല. ഒരു ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടുകയാണ് ചെയ്തത്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഗ്രേവി ഒരു അത്യാവശ്യം കുറച്ച് വെള്ളം നീട്ടി വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചിക്കൻ ഒന്ന് കുക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അടച്ച് വെച്ച് വേവിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പം ഉപ്പ് മുളക് അങ്ങനെയുള്ള പുളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാനായിട്ട് ഒരു തരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളിവിടെ ശർക്കരേൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് ഇട്ട് കൊടുക്കാറുള്ളത്. പക്ഷേ ഞാനിവിടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരാൾ ഞാൻ അലക്കി വെച്ച തുണിയൊക്കെ നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി കുളിയൊക്കെ കഴിഞ്ഞു. മോളാണ് ഫസ്റ്റ് കുളിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പോക്കിലാണ്. അതായത് ഇപ്പം ഉച്ച 1 മണി 1:30 ഈ സമയം. അങ്ങനെ ഞങ്ങൾ ഫുഡ് വിളമ്പുകയാണ്. ഫുഡ് കഴിക്കാനുള്ള ഇതായിരുന്നു. രാവിലെ ഉപ്പുമാവായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ചോറും കറിയും ഒക്കെ പാത്രത്തിലേക്ക് എടുക്കുകയാണ്. അപ്പോഴൊക്കെ മോളവിടെ നിൽക്കുന്നുണ്ട്. മോൾ ഓരോന്നും ചെയ്തിട്ടേ ഉണ്ടാവും. അതായത് ഹൈപ്പർ ആക്റ്റീവാണ് കുട്ടി. അപ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ റെസ്റ്റില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവൾക്ക് ഫുഡ് കൊടുത്ത് അവൾ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ ഫുഡ് കഴിക്കുകയായിരുന്നു. ഞാനും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നന്നായിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് പാത്രമൊക്കെ കഴുകി. ഇനി വലിയ പണികളും കാര്യങ്ങളൊന്നുമില്ല. എടുത്ത വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു സമയത്താണ് എഡിറ്റൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്